بسم الله الرحمن الرحيم. أفأنت تسمع الصم أو تهدي العمي ومن كان في ضلال مبين فإما نذهبن بك فإنا منهم منتقمون أو نرينك الذي وعدناهم فإنا عليهم مقتدرون فاستمسك بالذي أوحي إليك إنك على صراط مستقيم وإنه لذكر لك ولقومك وسوف تسألون واسأل من أرسلنا من قبلك من رسلنا أجعلنا من دون الرحمن آلهة يعبدون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1713 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഖ്റഫിലെ 40 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഅൻത തുസ്മിഉസ് സുമ്മ ഔ തഹ്ദിൽ ഉമ്യ വമൻ കാന ഫീ ളലാലിൻ മുബീൻ فإما نذهبن بك فإنا منهم منتقمون أو نرينك الذي وعدناهم فإنا عليهم مقتدرون فاستمسك بالذي يوحي إليك إنك على صراط مستقيم وإنه لذكر لك ولقومك وسوف تسألون واسأل من أرسلنا من قبلك من رسلنا أجعلنا من دون الرحمن آلهة يعبدون صدق الله العلي العظيم. സൂറത്ത് സുഖ്റൂഫിലെ 40 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആയത്തുകളുടെ ദൈർഘ്യം കുറഞ്ഞ തരത്തിലുള്ള ആയത്തുകളാണ്. അതുകൊണ്ടാണ് എണ്ണം 40 മുതൽ 45 വരെയുള്ള 6 ആയത്തുകൾ ഒരുമിച്ച് നമുക്കിന്ന് പരിഗണിക്കാൻ പറ്റുന്നത്. സൂറത്ത് സുഖ്റൂഫില് അതിന്റെ തുടക്കം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആ പ്രബോധിത സമൂഹത്തെ, വിശേഷിച്ച് ഖുറൈശികളും മുശ്രിക്കുകളും ഒക്കെ ആയ ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ മുന്നിൽ സമർപ്പിച്ച വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനമാണ് പ്രതിപാദിക്കപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസവും അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന ദൈവിക ദൂതനായി സ്വയം അവരുടെ മുന്നിൽ എത്തിയിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിലുള്ള വിശ്വാസവും പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസവും അടങ്ങിയതാണ് മുഖ്യമായിട്ടും ഈ പ്രതിപാദ്യങ്ങളെന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കാൻ സന്നദ്ധരാകാതെ, അദ്ദേഹത്തെ അള്ളാഹുവിന്റെ ദൂതനായിട്ട് ഉൾക്കൊള്ളാൻ സന്നദ്ധരാകാതെ, അദ്ദേഹത്തോട് വളരെയേറെ ശത്രുതാപരമായ വിധത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ആ സമൂഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായിട്ട് അത് വേദനിപ്പിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഈ ഒരു
സന്ദർഭത്തില് നിഷേധത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാൻ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങള് ഈ സൂറത്തിന്റെ നമ്മൾ പിന്നിട്ട ഭാഗത്ത് പരാമർശിക്കപ്പെടുകയാണ്. ഒന്നാമതായി, മനുഷ്യരിലേക്കുള്ള ദൂതനായിട്ട് ഒരു മനുഷ്യനെ തന്നെ തെരഞ്ഞെടുത്തയച്ചു എന്നത് അവര് അസ്വീകാര്യമായിട്ട് സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഒരു മലക്കിനെ അള്ളാഹു അങ്ങനെ നിയോഗിച്ചയച്ചില്ല എന്ന വിധത്തിലുള്ള അവരുടെ ഒരു തിരസ്കാരത്തിന്റെ സംസാരമാണ് നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യനെ തന്നെ മനുഷ്യർക്കിടയിലേക്ക് അവരെ സംസ്കരിക്കുന്നതിനും മാർഗദർശനം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് നിയോഗിച്ചയക്കുന്നുവെങ്കിൽ മക്കയിലെയും ത്വായിഫിലെയും ഒക്കെ പ്രമുഖരായ പ്രമാണിമാരുടെ കൂട്ടത്തില് ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആരെയെങ്കിലും ഒക്കെ അത് ചുമതലപ്പെടുത്തുകയായിരുന്നില്ലേ വേണ്ടത് എന്ന നിലക്കാണ് പിന്നെ അവര് പ്രതികരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ മാതൃകയായി ജീവിക്കാനും അവർക്ക് വഴികാട്ടിയാകുവാനും മനുഷ്യനെ തന്നെയാണ് വേണ്ടത്. മലക്കുകളെയല്ല. ഭൂമിയിൽ ജീവിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ അവരിലേക്ക് ദൂതനായിട്ട് തീർച്ചയായിട്ടും ഒരു മലക്കിനെ അയക്കുമായിരുന്നു എന്ന വിധത്തിലാണ് അള്ളാഹു ആദ്യത്തെ അവരുടെ ആക്ഷേപത്തോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനായിട്ട് നിയോഗിച്ചയക്കപ്പെട്ടത് അവർക്ക് അസ്വീകാര്യമായിട്ട് കാണുകയാണ്. അവര് എന്തെങ്കിലുമൊക്കെ കാരണം അവരുടെ സന്നദ്ധതയിലേക്ക് പിൻബലമായിട്ട് കണ്ടെത്തുന്നു എന്നേ ഉള്ളൂ. അപ്പോ മക്കയിലെ പ്രമാണിമാരിൽ ആരെങ്കിലും ഒരാളെ ആയിരുന്നില്ലേ ഒരു സ്വാധീനവുമില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത, അല്ലെങ്കിൽ സമൂഹത്തില് പ്രാധാന്യമുള്ള എന്തെങ്കിലും അധികാരമോ ഉത്തരവാദിത്വമോ ഒന്നുമില്ലാത്ത ഒരാളെയാണോ ഇതിനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് എന്നതാണ് അവരുന്നയിച്ച മറ്റൊരു ചോദ്യം. അള്ളാഹുവിന്റെ പ്രവാചകനെ തിരസ്കരിക്കുന്നതിന് ഉള്ള ന്യായമായിട്ട് അവര് കണ്ടെത്തിയത് അങ്ങനെ പലതുമാണ്. അപ്പൊ ഈ നിഷേധികളുടെ കാര്യത്തില് അള്ളാഹു സൂചിപ്പിക്കുന്നത് മക്കയിലെയും മദീനയിലെയും പ്രമുഖരായ ആളുകൾ അവർക്ക് വിശിഷ്ടരായിട്ട് അനുഭവപ്പെടുന്നതിന്റെ കാരണം അവര് സമ്പത്തുള്ളവരും സ്വാധീനമുള്ളവരും ഒക്കെയാണ് എന്നതാണല്ലോ. ഇതുപോലെയുള്ള ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികൾ, അനുഗ്രഹങ്ങൾ, അത് സാമ്പത്തികമായതും സാമൂഹ്യമായതും ഒക്കെയാവാം. ഇതൊക്കെ നൽകുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമുള്ള സംഗതിയല്ല. ഇവരുടെ കാര്യത്തിൽ തന്നെ അവർക്ക് ജീവിത വിഭവങ്ങൾ നൽകുകയുണ്ടായത് അതിന് ചില നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തുകയുണ്ടായത് അള്ളാഹു അവന്റെ ഇച്ഛ അനുസരിച്ച് ചെയ്ത കാര്യങ്ങളാണ്. അവൻ ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഈ ആളുകൾക്ക് സ്വർണം കൊണ്ടുള്ള മേൽക്കൂരകളും ഗോവണികളും അതുപോലെ ഇരിപ്പിടങ്ങളും ചാരുമഞ്ചങ്ങളും കവാടങ്ങളും ഒക്കെയുള്ള സ്വർണവും വെള്ളിയും ഒക്കെ ആയിട്ടുള്ള അലങ്കാരങ്ങളോട് കൂടിയുള്ളത് നിർമ്മിച്ച് നൽകുമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ നൽകാതിരുന്നത് അവന്റെ ഒരു യുക്തിപരത കാരണമായിട്ടാണ്. അങ്ങനെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നതെങ്കിൽ മനുഷ്യരൊക്കെയും തന്നെ അതേ രീതിയിൽ ചിന്തിക്കുന്ന, അതേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു റിഡീമിംഗ് പ്രസൻസ് എന്നുള്ള നിലക്ക് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സത്യം അംഗീകരിക്കുന്നവരായിട്ട് ഒരാൾ പോലും ഇല്ലാത്ത ഇരുളടഞ്ഞ ഒരു സമൂഹമായിട്ട് അത് മാറുമായിരുന്നു എന്നതാണ് അള്ളാഹു ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താനും വിഭവങ്ങൾ നൽകുന്നതിന് അവൻ്റെതായ ഒരു ക്രമീകരണം സ്വീകരിക്കുന്നതിനൊക്കെ കാരണമായി ഉണ്ടായിരുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയെ പൂർണ്ണമായി തമസ്കരിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായി അവഗണിച്ച് തള്ളുന്ന തരം ആളുകൾ, അവർക്ക് അള്ളാഹു ഒരു പിശാചിനെ കൂട്ടായിട്ട് നൽകുന്നു. പിന്നീട് ആ പിശാചാണ് അവരുടെ ആത്മമിത്രമായിട്ടുണ്ടാവുക. അവര്
ആ പിശാച് അതുപോലെ അത്തരം പിശാചുക്കൾ ഈ ആളുകളുടെ കാര്യത്തില് അവര് സത്യത്തിലേക്ക് നയിക്കപ്പെടുന്നതിൽ നിന്ന് അവരെ തടയുന്നു, അവർക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നു. അങ്ങനെ അവര് പൂർണ്ണമായി വിസ്മൃതിയിലും അശ്രദ്ധയിലും കഴിയെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കപ്പെടുമ്പോഴാണ് അവർ കണ്ണു തുറക്കുന്നത്. ആ ഘട്ടത്തിൽ അവര് പറഞ്ഞു പോകുന്നത് ഈ തങ്ങളുടെ കൂട്ടാളിയായി ഉണ്ടായിരുന്ന പിശാചിനോടായിട്ട് പറയുന്നത്, എനിക്കും നിനക്കും ഇടയിൽ രണ്ട് മശ്രിക്കുകൾക്കിടയിലുള്ള അകലം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. എത്ര നെറികെട്ട കൂട്ടുകാരനാണ് നീ എന്ന വിധത്തിലാണ് ആ കൂട്ടുകാരനെ ബത്സിച്ചുകൊണ്ട് ആ സമയത്ത് പറയും. അപ്പോ അള്ളാഹു ആ പ്രതികരണത്തിനോട് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്, വലൻ യൻഫഅകുമുൽ യൗമ ഇല്ലലംതും. നിങ്ങൾ ലാലിമുകളായിട്ടാണ് ജീവിച്ച് കാലം കഴിച്ചു കൂട്ടിയിട്ടുള്ളത്, അക്രമികളായിട്ട് തന്നെയാണ് നിങ്ങൾ ജീവിച്ചത്. അങ്ങനെ ഇരിക്കെ ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നേയില്ല. അന്നക്കും ഫിൽ അദാബി മുഷ്തരിക്കൂൻ, നിങ്ങൾ എല്ലാവരും തന്നെ ശിക്ഷയിൽ പങ്കാളികളായിരിക്കും എന്നാണ് അള്ളാഹു അവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് നിരന്തരമായി കഴിഞ്ഞുകൂടിയത് ഒരു തരം ഗഫലത്തിലാണ്. കാര്യങ്ങളെ ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്ന ഒരു രീതിയിലല്ല, ഒരു സ്വഭാവത്തിലല്ല. ഒരു തരം ചൈതന്യം നഷ്ടപ്പെട്ട പ്രജ്ഞയറ്റ ആളുകളായിട്ടാണ് അവര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ബുദ്ധി പ്രവർത്തനക്ഷമമാവാത്ത വിധത്തിൽ കേവല ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുഖാഡംബരങ്ങളുടേതായ ആലോചനകളല്ലാത്ത മറ്റൊന്നും അവരെ സ്വാധീനിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതാണ് ആ ജനതയുടെ, ആ സമൂഹത്തിന്റെ വളരെ പ്രത്യക്ഷമായ ലക്ഷണമായി ഉണ്ടായിരുന്നത് എന്നതാണ് ഈ വിവരണം വെളിപ്പെടുത്തുന്ന കാര്യം. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 40 മുതൽ 45 വരെയുള്ള ആയത്തുകൾ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്ന വിധത്തിലാണ് ഈ വിവരണം. അഫ അൻത തുസ്മിഉ സുമ്മ, നബിയോടായിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അഫ അൻത തുസ്മിഉ സുമ്മ, സുമ്മായ ആളെ, കേൾക്കാൻ കഴിയാത്ത, കേൾവിശേഷിയില്ലാത്ത ആളുകളെ നീ കേൾപ്പിക്കുകയാണോ? അങ്ങനെ താങ്കൾക്ക് അവരെ കേൾപ്പിക്കാൻ സാധിക്കുമോ? അഫ അൻത തുസ്മിഉ സുമ്മ, ഇവിടെ കേൾവിയില്ലാത്ത ആളുകൾ എന്ന സുമ്മ എന്ന പ്രയോഗം അവരുടെ കാതുകളുടെ ബധിരതയെ സൂചിപ്പിക്കുന്നതല്ല എന്നത് വളരെ വ്യക്തമാണ്. കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധതയില്ലാത്ത, ഒന്നും കേൾക്കൂലാത്തവരെ പോലെ ജീവിക്കുന്ന തരം ആളുകൾ, പ്രജ്ഞാശൂന്യരായ ആളുകളാണ്. അവരുടെ ആലോചന പ്രവർത്തനക്ഷമമല്ല, ബുദ്ധി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല, ഒരു സന്മാർഗം തേടുന്ന ഒരു മനസ്സ് അവർക്കില്ല, സംസ്കരണം നേടേണ്ടതുണ്ട് എന്ന വിധത്തിലുള്ള ഒരു ആലോചനയോ അങ്ങനെയുള്ള ഒരു ആഗ്രഹമോ ഒന്നുമില്ല. എല്ലാ നിലക്കും പ്രജ്ഞയറ്റ ഒരു കൂട്ടർ. അവരിൽ ജീവനുണ്ട് എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവരുടെ ആത്മാവിന് അങ്ങനെയുള്ള സ്പന്ദനങ്ങളൊന്നും അവശേഷിക്കാത്ത ഒരു തരം ജഡാവസ്ഥയാണ് ഉള്ളത് എന്നതാണ് വസ്തുത. അങ്ങനെയുള്ള ആളുകളെ അഫ അൻത തുസ്മിഉ സുമ്മ, അങ്ങനെയുള്ള ബധിരതയിൽ പെട്ടുപോയ ആളുകളെ കേൾപ്പിക്കാമെന്നാണോ താങ്കൾ കരുതുന്നത്? ഔ തഹ്ദിൽ ഉമ്യ, ഇനി അതല്ല, താങ്കൾക്ക് അന്ധത ബാധിച്ചവരെ നയിക്കാൻ, മാർഗം കാണിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? അതുപോലെ വമൻ കാന ഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായിട്ടും മാർഗഭ്രംശമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന തരം മടയന്മാരെ വഴി കാണിക്കാൻ പറ്റുമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്, താങ്കൾ കരുതുന്നത്? ഇതാണ് ചോദ്യം. 3 കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്നത്. ഒന്ന്, കേൾവിയില്ലാത്തവർ; രണ്ടാമത്തത്, കാഴ്ചയില്ലാത്തവർ; മൂന്നാമത്തത്, വ്യക്തമായും വഴികേടാണ് എന്ന് ബോധ്യമുള്ളവർ. അപ്പോ കേൾക്കാൻ കൂട്ടാക്കാത്തവര്, കാഴ്ച പ്രയോജനപ്പെടുത്താത്ത തരം, അന്ധത ബാധിച്ച തരം ആളുകള്, അതുപോലെ വ്യക്തമായിട്ടും വഴികേടാണ്, ലലാലത്താണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ ലലാലത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ.
ഇത്തരം ആളുകളെ സന്മാർഗികളാക്കാൻ കഴിയുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്ന ആ ദൗത്യം, അതിനോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ഒക്കെ കാരണമായി മക്കയിലെ അഭിസംബോധിതരായ ആളുകളിൽ പലരും പുറംതിരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൽ അത് വലിയ വിഷമമുണ്ടാക്കുകയായിരുന്നു. അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്, അങ്ങനെ ഈ മടയന്മാരുടെയും ബധിരന്മാരുടെയും അന്ധന്മാരുടെയും കാര്യത്തില് താങ്കള് വിഷമിക്കേണ്ടതില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ കുറെ പേര് അങ്ങനെയാണ്. അവര് സുമ്മാണ്, ഉമ്മിയാണ്, ലലാലത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അത്തരം ആളുകളെ സന്മാർഗികളാക്കാൻ കഴിയും എന്ന ഒരു അമിതാവേശമൊന്നും താങ്കൾ കാണിക്കേണ്ടതില്ല എന്നതാണ് അള്ളാഹു ഇവിടെ പരോക്ഷമായിട്ട് തന്റെ പ്രവാചകന് നൽകുന്ന സൂചന. കാര്യങ്ങൾ അവരെ കേൾപ്പിക്കണം, അവരെ ഉണർത്തണം, അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം. അതിലൊന്നും സംശയമില്ല. പക്ഷെ അവര് അത് കേട്ടപാടെ അറിയാനിടയായ ഉടനെ തന്നെ അതിന്റെ പുറകെ വരും, അതിന്റെ ആളുകളായി മാറും എന്നൊന്നും താങ്കള് കണക്ക് കൂട്ടരുത്. അത് അമിതമായി പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യരുത്. കാരണം ഈ ആളുകളുടെ കൂട്ടത്തില് അവരുടെ കേൾവി ഒരു നിലക്കും അവരുടെ ആത്മാവിന്റെ അല്ലെങ്കിൽ അവരുടെ ജീവൽ ചൈതന്യത്തിന്റെ കേൾവിശേഷി അവശേഷിക്കാത്ത തരം ആളുകളാണ് പലരും. വേറെ ചിലര് ഒന്നും കാണുന്നത്, അവരുടെ കാഴ്ചകളൊന്നും അവർക്ക് ഹക്ക് ബോധ്യപ്പെടാൻ പ്രയോജനപ്പെടുന്നില്ല എന്ന അവസ്ഥയിലാണ്. കണ്ണുകൾ പരിശോധിച്ചാൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് എന്നാൽ കാഴ്ചയുടെ അളവും കാര്യമൊക്കെ പറഞ്ഞു തരും. അതിനൊന്നും ഒരു കുഴപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല. കേൾവിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവര് ഒരു ENT ഡോക്ടറെ പോയി കാണിക്കുകയാണെങ്കിൽ അതിനൊന്നും പ്രശ്നമില്ല, കേൾവിക്കൊന്നും യാതൊരു തകരാറുമില്ല, വളരെ പെർഫെക്റ്റ് ഹിയറിംഗ് ഉള്ള ആളാണ് എന്നൊക്കെ സർട്ടിഫൈ ചെയ്തെന്ന് വരും. പക്ഷെ അവർ കാണേണ്ടത് കാണുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. കാര്യങ്ങളുടെ ഉൾക്കാമ്പ് അന്വേഷിച്ച് മനസ്സിലാക്കുന്നില്ല എന്നല്ല, വളരെ പ്രത്യക്ഷത്തിൽ തന്നെ തങ്ങൾ മഹാ അബദ്ധത്തിന്റെ വഴികളിലാണ് ഉള്ളത് എന്നത് മനസ്സിലായാൽ പോലും, എന്ന് പറഞ്ഞാൽ അത്രയും തെളിമയോടുകൂടി ലലാലത്താണ് എന്ന് അറിഞ്ഞാൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാത്തവരാണ്. ഇത്തരം ആളുകളെ സന്മാർഗികളാക്കാമെന്നാണോ താങ്കൾ കരുതുന്നത് എന്നാണ് അള്ളാഹുവിടെ പ്രവാചകനോട് ചോദിക്കുന്നത്. അഫ അൻത തുസ്മിഉ സുമ്മ, ബദിരനെ കേൾപ്പിക്കാൻ പറ്റുമെന്നും ഔ തഹ്ദിൽ ഉമ്യ, അന്ധനെ വഴി കാണിച്ചു കൊടുക്കാമെന്നും വമൻ കാന ഫീ ലലാലിൻ മുബീൻ, വ്യക്തമായും ലലാലത്തിലായ ആളുകളെ നയിക്കാമെന്നും ഒക്കെയാണോ, അവർക്ക് മാർഗദർശനം കാണിക്കാമെന്നാണോ താങ്കൾ കരുതുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. ഫഇമ്മാ നദ്ഹബന്ന ബിക ഫഇന്നാ മിൻഹും മുൻതഖിമൂൻ. എന്നിട്ട് ദീർഘകാലം അവർക്കിടയിൽ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോവുകയാണല്ലോ. സ്വാഭാവികമായും അദ്ദേഹത്തിൽ അത് വലിയ മാനസികമായ പ്രയാസം സൃഷ്ടിക്കുന്നു എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, ഫഇമ്മാ നദ്ഹബന്ന ബിക, ഒരുപക്ഷെ താങ്കളെ നാം അങ്ങ് കൊണ്ടുപോയെന്ന് വന്നേക്കാം, എന്നാൽ പോലും ഫഇന്നാ മിൻഹും മുൻതഖിമൂൻ, നാം ഇവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രതികാര നടപടി, ഇവരുടെ കാര്യത്തിലെ ശിക്ഷാ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കി അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചെന്ന് വരും. എന്നിട്ടും ഈ ദൗത്യ നിർവഹണത്തിന്റെ പ്രയോജനം ഉണ്ടാകാത്ത തരം ഈ ആളുകളുണ്ടല്ലോ, അവരുടെ നിലപാടുകളുടെയും പ്രതികരണങ്ങളുടെയും അവരുടെ സത്യസന്ധതയില്ലായ്മയുടെയും ഒക്കെ കാരണങ്ങളാൽ അവർക്കെതിരിലുള്ള ദൈവിക ശിക്ഷ നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ താങ്കള് ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം താങ്കളെ തിരിച്ചു വിളിച്ചതിന് ശേഷമായിരിക്കും അത്. ഒരുപക്ഷെ അത് താങ്കൾ ദൗത്യ നിർവഹണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാവാം. അപ്പൊ ഇത് അള്ളാഹു തീർത്ത് പറയുന്നില്ല എപ്പോ ആണ്
ഇവർക്കെതിരിലുള്ള നടപടി ഉണ്ടാവുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ അവര് അർഹിക്കുന്ന, അവർക്ക് ആവശ്യമായ വിധത്തിലൊക്കെ കാര്യങ്ങള് അവരോട് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമാക്കി കൊടുത്തിട്ടുള്ളതാണ്. അവരുടെ കാര്യത്തില് ദൈവിക ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണമായിട്ട് ബാക്കിയുള്ളത് കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനെ തുടർന്ന് അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അതായിരിക്കാം ആദ്യം നടക്കുക. ഈ ആളുകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾ വരാനിരിക്കുന്നു. അത് അള്ളാഹു അവരുടെ കാര്യത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞതാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഫഅൻത തുസ്മിഉ സുമ്മ ഔ തഹ്ദിൽ ഉമ്യ വമൻ കാന ഫീ ളലാലിൻ മുബീൻ. അപ്പോ ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ഔ നുരിയന്നക ഫഇമ്മ നദ്ഹബന്ന ബിക ഫഇന്ന മിൻഹും മുൻതഖിമൂൻ. നാം താങ്കളെ അങ്ങ് ഏറ്റുവാങ്ങി കൊണ്ടുപോയെന്ന് വരാം എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തില് അള്ളാഹു ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനെ തിരിച്ചു വിളിച്ചെന്ന് വരാം. ഫഇന്ന മിൻഹും മുൻതഖിമൂൻ. എന്നാലും അങ്ങനെയാണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവരുടെ കാര്യത്തിൽ നാം ശിക്ഷാ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. ഔ നുരിയന്നക അല്ലദീ വഅദ്നാഹും ഫഇന്നാ അലൈഹിം മുഖ്തദിറൂൻ. ഇനി അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ നേരത്തെ അങ്ങ് വിളിച്ചു കൊണ്ടുപോവുക, ദൗത്യമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു, ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന വിധത്തിൽ അള്ളാഹു അങ്ങ് കൊണ്ടുപോയി അതിനുശേഷമായിരിക്കാം അവർക്കെതിരിലുള്ള നടപടി ഉണ്ടാവുന്നത്. ഇനി അതല്ലെങ്കിൽ അവനുരിയന്നക, താങ്കളെ അവൻ കാണിച്ചെന്ന് പറഞ്ഞേക്കാം. അല്ലദീ വഅദ്നാഹും, നാം അവർക്ക് നൽകിയിട്ടുള്ള ചില വാഗ്ദാനങ്ങളുണ്ട്, ചില തക്കീതുകളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. അത് നടപ്പിലാക്കപ്പെടുന്നത് താങ്കൾക്ക് കാണാൻ സാധിച്ചെന്നും വന്നേക്കാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു തിരികെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കാര്യത്തിലുള്ള നടപടി പ്രയോഗത്തിൽ വന്നേക്കാം, താങ്കൾക്ക് അത് കാണാനും കഴിഞ്ഞേക്കാം. അപ്പൊ അതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അവനുരിയന്നക, അതല്ലെങ്കിൽ നാം താങ്കൾക്ക് കാണിച്ചു തന്നേക്കാം. എന്താണ്? അല്ലദീ വഅദ്നാഹും, നാം അവർക്ക് താക്കീതും മുന്നറിയിപ്പും ഒക്കെ ആയിട്ട് അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം, അത് നടപ്പിലാക്കപ്പെടുന്നത് താങ്കളെ നാം കാണിച്ചെന്നും വന്നേക്കാം. എന്ന് പറഞ്ഞാൽ താങ്കളെ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കാര്യത്തിലുള്ള ശിക്ഷാ നടപടി അള്ളാഹു നടപ്പിലാക്കിയെന്നും വരാം. ഫഇന്ന അലൈഹിം മുഖ്തദിറൂൻ. ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും സംഭവിക്കാം. നിശ്ചയമായിട്ടും അവരുടെ കാര്യത്തിൽ പൂർണ്ണമായ കഴിവുള്ളവനാണ് നാം എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. നാം മുഖ്തദിറാണ്. മുഖ്തദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ എന്നാണ്. അവൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ വേണ്ട ശേഷിയുള്ളവനാണ് മുഖ്തദിർ. ഒരു ഫഇന്ന അലൈഹിം മുഖ്തദിറൂൻ, നിശ്ചയമായിട്ടും ഇവരുടെ കാര്യത്തിൽ എന്ത് നടപടിയാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിലും അത് നടപ്പിലാക്കാൻ തീർച്ചയായും ഖുദ്റത്തുള്ളവനാണ് നാം അതിന് മുഖ്തദിറാണ്, അതിന് കഴിവുള്ളവനാണ്. ഫസ്തംസിക്, എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുകയാണ്. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക്, താങ്കൾക്ക് എന്താണോ ദൈവിക വെളിപാടായി നൽകപ്പെട്ടിട്ടുള്ളത് അത് മുറുകെ പിടിക്കുക, അത് കൈമോശം വരുത്തരുത്. അള്ളാഹു താങ്കൾക്കായി, താങ്കളിലൂടെ ഒരു വലിയ സമൂഹത്തിനായി നൽകിയിട്ടുള്ള ദൈവിക മാർഗദർശനമാണ്. അത് കൈമോശം വരുത്തരുത്, അത് മുറുകെ പിടിക്കുക. ബില്ലദീ ഊഹിയ ഇലൈക, എന്തൊരു കാര്യമാണോ താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടിരിക്കുന്നത് അതിനെ താങ്കൾ ഇസ്തിംസാക്ക് ചെയ്യുക, മുറുകെ പിടിച്ച് നിലക്കൊള്ളുക, അത് കൈമോശം വരുത്തരുത്. ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം, ഒരു സന്ദേഹവും ആവശ്യമില്ല, താങ്കൾ തീർച്ചയായിട്ടും ഋജുവായ പാതയിൽ തന്നെയാണ്. ആളുകൾ ആരും കൂടെ വരാതിരിക്കുന്ന, കൂടെ കൂടാതിരിക്കുന്ന, പിന്തുണക്കാതിരിക്കുന്ന, പിൻഗാമികളാവാൻ സന്നദ്ധരാവാതിരിക്കുന്ന ഒരു കാഴ്ച, ഒരു അനുഭവം, അത് ആരിലും നിരാശയുണ്ടാക്കും. ആരെയും
തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയാണോ അബദ്ധമാണോ എന്ന ഒരു ആലോചനയിലേക്ക് നയിച്ചെന്നൊക്കെ വരും. അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹു ചുമതലപ്പെടുത്തിയ ഈ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വേണ്ട പിന്തുണ നൽകാതിരിക്കുന്നത് കാണുമ്പോൾ മനോവിഷമം ഉണ്ടാവും. അതെന്തപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പോരായിക ഉള്ളത് കൊണ്ടോ പിഴവുള്ളത് കൊണ്ടോ അത് ശരിയല്ലാത്തത് കൊണ്ടോ ഒക്കെയാണോ ഇവര് ഈ വിമുഖത കാണിക്കുന്നത് എന്നൊരാലോചന തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ആലോചനക്കുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായിട്ടും താങ്കൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണ്, ചൊവ്വായ പാതയിൽ തന്നെയാണ്. താങ്കൾക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല. താങ്കൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും പോരായികയില്ല, എന്തെങ്കിലും അബദ്ധം അടങ്ങിയിട്ടില്ല, അത് തെറ്റായ മാർഗമല്ല. അങ്ങനെയുള്ള ധാരണകളൊന്നും വേണ്ട. ശരിയായ ഏറ്റവും ഋജുവായ പാതയിൽ തന്നെയാണ് താങ്കളുള്ളത്. വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക്, മാത്രവുമല്ല ഈ ഖുർആൻ ഉണ്ടല്ലോ, കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവിക വചനങ്ങൾ, അത് വഇന്നഹു നിശ്ചയമായിട്ടും അത് ലദിക്റുൻ ലക വലിഖൗമിക, അത് താങ്കൾക്കും താങ്കളുടെ സമൂഹത്തിനും വലിയ യശസ് നൽകുന്ന സംഗതിയാണ്. ദിക്ർ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഉത്ബോധനം, ഓർമ്മപ്പെടുത്തല് എന്നൊക്കെ പോലെ തന്നെ ഇവര് അനുസ്മരിക്കപ്പെടുന്നതിന് കാരണമാകുന്ന ഒരു കാര്യം എന്ന നിലക്കും അതിന് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ താങ്കളുടെ കാര്യത്തിലും താങ്കളുടെ സമൂഹത്തിന്റെ കാര്യത്തിലും വലിയ യശസ് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖുർആൻ. ചരിത്രം ഇതിന് സാക്ഷിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനും അദ്ദേഹത്തിന്റെ സമകാലികരായ ആളുകളും സമൂഹവും ചരിത്രത്തിൽ വിശ്രുതരായത് തന്നെ ഈ വിശുദ്ധ ഖുർആൻ കാരണമായിട്ടാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യ തലമുറ വിശുദ്ധ ഖുർആൻ ഏറ്റുവാങ്ങിയ പ്രവാചകൻ, അതിനെ ആദ്യമായിട്ട് കേൾപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ആദ്യമായിട്ട് അത് കേൾക്കാൻ അവസരം ഉണ്ടായ ആ ജനത, അവര് ചരിത്രത്തില് അടയാളപ്പെടുത്തപ്പെട്ടതിന്റെ തന്നെ കാരണം അവരുടെ യശസ് ആ വിധത്തില് സുസ്ഥിരമായി മാറിയതിന്റെ കാരണം ഈ ഖുർആനാണ്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, താങ്കൾ ചൊവ്വായ മാർഗത്തിലാണ്. ആ മാർഗത്തിന് ഒരു പിഴവും പറ്റിയിട്ടില്ല. താങ്കൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും പോരായികയില്ല. യാതൊരു വിഷയവും അത് ആ നിലക്കില്ല. മാത്രവുമല്ല ഈ കേൾപ്പിക്കപ്പെടുന്ന ദിക്ർ, അത് ഇന്നഹു, അത് ഈ ഖുർആൻ എന്താണ് അതിന്റെ കഥ? ലദിക്റുൻ ലക, അത് താങ്കൾക്ക് യശസ് വർദ്ധിപ്പിക്കുന്ന ഒരു ഉത്ബോധനമാണ്. വലി ഖൗമിക, താങ്കളുടെ സമൂഹത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്ന, അവരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കാരണമാകുന്ന ഒരു യശസ് വർദ്ധിപ്പിക്കുന്ന സംഗതിയാണത്. വസൗഫ തുസ്അലൂൻ, അത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടേത് പോലെയുള്ള അവസ്ഥയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ തുടർന്നുള്ള അറേബ്യയിലെ ആളുകളുടെ അവസ്ഥ. അവരുടെ മുന്നിൽ വലിയൊരു പ്രകാശം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരാശിക്ക് എല്ലാ ഇടങ്ങളിലുമുള്ള, എല്ലാ കാലങ്ങളിലുമുള്ള ആളുകൾക്ക് വെളിച്ചം നൽകുന്ന ഒരു പ്രകാശമാണ്. അവർക്കൊരു ജീവിത മാർഗദർശനം നൽകുന്ന ദൈവികമായ പ്രകാശമാണ് അവിടെ അവതരിച്ചിരിക്കുന്നത്. അത് ഏറ്റുവാങ്ങിയ പ്രവാചകനും അതിന്റെ ഗുണം അനുഭവിക്കാൻ സാധിച്ച ആദ്യ തലമുറയും പിന്നീട് അത് ഏറ്റുവാങ്ങേണ്ടി വന്ന അവസരമുണ്ടായ ആളുകളും, ഇവരൊക്കെയും തന്നെ അതിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലാത്തൊരു ലോകത്തെ പോലെയല്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടായതിനു ശേഷമുള്ള ലോകത്തുള്ള ആളുകളുടെ അവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ തെളിമയുള്ള ഒരു പ്രകാശം അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ദൈവിക മാർഗദർശനം അതിന്റെ പൂർണ്ണതയോടെ, തികവോടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വസൗഫ തുസ്അലൂൻ, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നതിനാൽ തന്നെ ആ ഖുർആനിന്റെ സാന്നിധ്യം നിങ്ങൾ അറിഞ്ഞിരിക്കെ തീർച്ചയായിട്ടും ആ
ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിചാരണക്ക്, ഒരു ചോദ്യം ചെയ്യപ്പെടലിന് നിങ്ങൾ വിധേയരാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഒരു നിർദ്ദേശം നൽകുകയാണ്. പ്രവാചകരെ താങ്കൾ ചോദിക്കുക, അന്വേഷിക്കുക. മൻ അർസൽനാ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പായിട്ട് നാം നിയോഗിച്ചയച്ച മുർസലുകൾ ഉണ്ടല്ലോ, ദൂതന്മാർ, അവരോട് ചോദിക്കുക. മിർ റുസുലിന, താങ്കളുടെ മുമ്പായി നാം നിയോഗിച്ചയച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ദൂതന്മാർ, അവരോട് താങ്കളൊന്ന് ചോദിച്ചു നോക്കൂ. അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅ്ബദൂൻ, കാരുണ്യവാനായ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടാനായിട്ട് വല്ല ആലിഹത്തിനെയും നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് അവരോടൊന്ന് ചോദിക്കൂ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. ഇവിടുത്തെ വിഷയം ഇതാണല്ലോ, ഏകനായ കാരുണ്യവാനായ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായ ദൈവം എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോട് പറയുന്നത്. അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നു എന്നതാണ് മക്കയിലെ ആളുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച മനോവ്യതകളാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം. അതുകൊണ്ട് ഈ ആളുകള് കാണിക്കുന്ന നിഷേധവും അവരുടെ തിരസ്കാരവും ഒക്കെ അവിടെ ഇരിക്കട്ടെ. താങ്കള് ഹക്കിന്റെ മാർഗത്തിൽ തന്നെയാണ്, ഏറ്റവും മൃദുവായ പാതയിൽ തന്നെയാണ്. താങ്കൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. അവരുടെ പ്രതികരണത്തെ ഒന്നും താങ്കൾ പരിഗണിക്കേണ്ടതില്ല. ഒരു കാര്യം പരിശോധിച്ചു നോക്കൂ, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വെളിപ്പാടുകൾ മുറുകെ പിടിക്കുക, അത് കൈമോശം വരുത്താതിരിക്കുക. എന്നിട്ട് ഒരു കാര്യം പരിഗണിക്കുക. എന്താണത്? താങ്കള് ചോദിച്ചു നോക്കൂ. താങ്കൾക്ക് മുമ്പ് നിയോഗിച്ചയക്കപ്പെട്ട ദൂതന്മാരുണ്ടല്ലോ, പ്രവാചകന്മാരിൽ ആദ്യത്തെ ആളല്ല താങ്കൾ. താങ്കൾക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാർ, ആയിരക്കണക്കിന് പ്രവാചകന്മാര് ഭൂമുഖത്ത് വന്നിട്ടുണ്ട്. ഇവരോടൊന്ന് അന്വേഷിച്ചു നോക്കൂ. അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅ്ബദൂൻ, അവരുടെ ആരുടെയെങ്കിലും അടുക്കല് അവരുടെ കാലത്ത് അവരോട് അള്ളാഹുവിന് പുറമെ, അർറഹ്മാന് പുറമെ ആരാധിക്കപ്പെടേണ്ടവനായി വല്ല ആലിഹത്തും ഉണ്ട് എന്ന വിധത്തില് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതോ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണോ ഇങ്ങനെ? നിങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങൾക്ക് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാര് മുഖേന അർറഹ്മാന് പുറമെ വേറെ ചിലരെയും ആരാധിക്കപ്പെടേണ്ടതുണ്ട് എന്ന വിധത്തിലുള്ള നിർദ്ദേശവുമായിട്ട് അള്ളാഹു വല്ലവരെയും ആരാധ്യന്മാരായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ? ആരോടാണ് ചോദിക്കേണ്ടത്? പൂർവിക പ്രവാചകന്മാരോട്. ഇവിടെ ചരിത്രപരമായ ഒരു പ്രശ്നം അനുഭവപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് പൂർവിക പ്രവാചകന്മാരോട് ചോദിക്കുകയാണ്. എങ്ങനെയാണത് പ്രായോഗികമായിട്ട് നടക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറവിയെടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷരായവരാണ് എല്ലാ പ്രവാചകന്മാരും. ഈ പ്രവാചകന്മാരോട് എങ്ങനെ ചോദിക്കും? അപ്പൊ ഇത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്നത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും. ഈ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാർ ഭൂമുഖത്ത് അവശേഷിപ്പിച്ചിട്ടുള്ള അവരുടെ മീറാസ് ഉണ്ട്, അവരുടെ ലെഗസി ഉണ്ട്, അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ദൈവിക വെളിപ്പാടുകൾ, അവര് മുഖേന സമൂഹത്തിന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മതധാർമ്മിക മൂല്യങ്ങൾ, ഇതൊക്കെയും തന്നെ ഇവിടെ പലയിടത്തായിട്ട് ലഭ്യമാണ്. അപ്പോ ഈ സ്രോതസ്സുകൾ പരിശോധിക്കുക. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പൂർവിക പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളുടെ സാരാംശങ്ങൾ പരിശോധിച്ചാൽ, ചികഞ്ഞു നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ, അതുപോലെ മനുഷ്യ സമൂഹത്തിന്റെ നാഗരികമായ ശേഷിപ്പുകളെ ഒന്ന് വിലയിരുത്തിയാൽ പ്രവാചകന്മാരുടെ കാലഘട്ടവും അവർ നിർവഹിച്ച ദൗത്യവും ഒക്കെ കാണാൻ കഴിയും. അവര് ശേഷിപ്പിച്ചു പോയിട്ടുള്ള അവരുടെ സന്ദേശങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു പ്രവാചകനെ താങ്കൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിന് പുറമെ, കാരുണ്യവാനായ റബ്ബിന് പുറമെ മറ്റൊരാളെയും കൂടി ഇബാദത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാചകന്റെ സന്ദേശം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നതെങ്കിലും
വിശുദ്ധ ഖുർആനെ യാഥാർത്ഥ്യമായിട്ട് കാണാനും ഉൾക്കൊള്ളാനും സന്നദ്ധരാകാതിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഉള്ള ഒരു നിർദ്ദേശം കൂടിയാണിത്. നിങ്ങൾ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് സത്യമാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഒരുപാട് പ്രവാചകന്മാരും മുമ്പ് വന്നു പോയിട്ടുണ്ടല്ലോ. അവരാരെങ്കിലും അല്ലാഹു അല്ലാത്ത മറ്റാരെയെങ്കിലും ആരാധിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയുണ്ടായോ? അവര് മുഖേന അല്ലാഹു അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയോ? ഇതാണ് ചോദ്യം. അപ്പൊ ഒരു പ്രവാചകനെയും നിങ്ങൾക്ക് സ്പഷ്ടമായി പരിശോധിച്ചാൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി പഠിപ്പിച്ചതായിട്ട് കാണുകയേ ഇല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള വ്യഥയും ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള ഇച്ഛാഭംഗവും ഇല്ലാതെ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വെളിപാടുകൾ മുറുകെ പിടിക്കുകയും ആ പാതയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക. താങ്കൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. സത്യമാർഗത്തിൽ ശരിയായ ദിശയിൽ തന്നെയാണ് താങ്കൾ ഉള്ളത് എന്ന കാര്യമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ശക്തിയുള്ള അല്ലെങ്കിൽ വളരെ സ്ഥൈര്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭാഷയിൽ ബോധ്യപ്പെടുത്തുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.